പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് ജാമ്യം ലഭിച്ച വീഴ്ചയിൽ പ്രോസിക്യൂട്ടറെ മാറ്റും. പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടെ മറികടന്ന് പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ട എന്ന പ്രോസിക്യൂട്ടർ T. ഗീനാകുമാരി നിലപാടെടുത്തിൽ കടുത്ത അതൃപ്തിയിലാണ് പോലീസ്. സംഭവത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. ഗീനാകുമാരിയെ മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലായി. സംസ്ഥാന സർക്കാരിന് മനസ്സിലായി. ഇടതുപക്ഷ താല്പര്യമുള്ള ഗീനാകുമാരി പ്രതികൾക്ക് അനുകൂലമായി സംസാരിച്ചു എന്നുള്ളത്. ഷബീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, ഗുഡ് മോർണിംഗ്. പറയൂ, ഗീനാകുമാരി പണി പറ്റിച്ചോ? അങ്ങനെയാണ് പോലീസിന്റെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ. അതായത് ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ ജാമ്യം എതിർക്കാൻ പോലീസ് കാരണങ്ങൾ നിരത്തി റിപ്പോർട്ട് അടക്കം സമർപ്പിച്ചിട്ടും പ്രോസിക്യൂഷൻ ഏതെങ്കിലും തരത്തിൽ ആ പ്രോസിക്യൂട്ടർ കോടതിയിൽ ആ നിലപാട് വിശദീകരിച്ചില്ല എന്നാണ് പോലീസിന്റെ ഗൗരവ സ്വഭാവത്തിലുള്ള ആരോപണം. മാത്രവുമല്ല, നമുക്കറിയാം വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയ സംഭവമായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം. കേന്ദ്ര ഏജൻസികളടക്കം അക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നു. ഈ കേസിൽ ആകെ 25 പ്രതികളാണുള്ളത്. അതിൽ ഈ പ്രതികൾ 27 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. അപ്പോഴാണ് ഒൻപതാം പ്രതി ഹരീഷ് കുമാറിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അത് പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയുടെ വീഴ്ചയെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കുറ്റപ്പെടുത്തൽ. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശദമായൊരു റിപ്പോർട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരുന്നു. അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, അതായത് പ്രതിക്ക് ജാമ്യം കൊടുക്കേണ്ട ഒരു സാഹചര്യവും ജാമ്യം അനുവദിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. മുൻപേ തന്നെ പോലീസ് ജാമ്യം നിഷേധിച്ചുള്ള റിപ്പോർട്ട് കോടതിയിലടക്കം സമർപ്പിച്ചെങ്കിലും ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഗീനാകുമാരി ഏതെങ്കിലും തരത്തിൽ ആ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അത് ഉയർത്തി ജാമ്യത്തെ എതിർത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവ സ്വഭാവത്തിലുള്ള കാര്യം. മാത്രവുമല്ല, അതിൽ തന്നെ ഈ പോലീസ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിച്ചില്ല. കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചതാണ് ഈ പ്രതിക്ക് ജാമ്യം ലഭിക്കാനുള്ള കാരണമായി പോലീസ് പറയുന്നത്. ഏതായാലും സംഭവം വലിയ വിവാദമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ പകർപ്പടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഏതായാലും ഈ സാഹചര്യത്തിൽ പോലീസിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഈ രേഖകൾ പരിശോധിക്കും. അതിനുശേഷം സംസ്ഥാന സർക്കാരിനെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് നിലപാട് അറിയിക്കും. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഗീനാകുമാരിയെ മാറ്റുകയും പോലീസ് ആവശ്യപ്രകാരം ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കേസിൽ നിയമിക്കുകയും ചെയ്യാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.